ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. തെർമോഡൈനാമിക്സിൻ്റെ സെക്ഷൻ നമ്പർ 1 കഴിഞ്ഞു, സെക്ഷൻ നമ്പർ 2 കഴിഞ്ഞു, സെക്ഷൻ നമ്പർ 3, സെക്ഷൻ നമ്പർ 4 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു. സെക്ഷൻ നമ്പർ 5 ആണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? സെക്ഷൻ നമ്പർ 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് കെമിക്കൽ ചേഞ്ചസ് എന്നാണ്. അതിനകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണ് തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു. അതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസുകളെ കുറിച്ചിട്ടാണ് സെക്ഷൻ നമ്പർ 5 ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് കമ്പഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പറഞ്ഞു, എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചാപ്റ്റർ ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും അറിയുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ആ സെക്ഷനുകൾ ഒന്നും കൂടി റീകോൾ ചെയ്യാൻ വേണ്ടി പോവാണ്. സെക്ഷൻ നമ്പർ 1 നമ്മൾ 6 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ദാറ്റ് ഈസ് എന്താണ്? ഒന്നാമത്തെ തെർമോഡൈനാമിക് ടേംസ് ആൻഡ് കോൺസെപ്റ്റ്. ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം പഠിച്ചു. എക്സ്റ്റൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി പറഞ്ഞു, സ്റ്റേറ്റ് ഫംഗ്ഷൻ ആൻഡ് പാത്ത് ഫംഗ്ഷൻ പറഞ്ഞു, തെർമോഡൈനാമിക് പ്രോസസ്സ് പറഞ്ഞു, നേച്ചർ ഓഫ് ഹീറ്റ് ആൻഡ് വർക്ക് പറഞ്ഞു. ഈസ് ഇറ്റ് ക്ലിയർ? സെക്ഷൻ നമ്പർ 2 നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ച മക്കളെ? നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സെക്ഷൻ നമ്പർ 3 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻതാൽപ്പി ആൻഡ് എൻതാൽപ്പി ചേഞ്ച്, റിലേഷൻ ബിറ്റ്വീൻ ഡെൽറ്റ ഇ ആൻഡ് ഡെൽറ്റ എച്ച്, എൻഡോതെർമിക് ആൻഡ് എക്സോതെർമിക് പ്രോസസ്, ഹീറ്റ് കപ്പാസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ നമ്പർ 3 നമ്മൾ ഡിസ്കസ് ചെയ്ത്. സെക്ഷൻ നമ്പർ 4 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്, അതായത് വർക്ക് ഡൺ ഡ്യൂറിങ് റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ്. നമ്മൾ ഒരു ഡെറിവേഷനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ നമ്പർ 5 അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഇതിനകത്ത് നിന്നാണ് നിങ്ങളുടെ ബോർഡ് എക്സാമിനായിക്കോട്ടെ എൻട്രൻസ് എക്സാമിനായിക്കോട്ടെ ചോദ്യങ്ങളിൽ കൂടുതലും വരാൻ പോകുന്നത് ഈ സെക്ഷൻ നമ്പർ 5 നിന്നാണ്. ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻ എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ സെക്ഷൻ നമ്പർ 5 ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കാണും. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ നമുക്കറിയാം സെക്ഷൻ നമ്പർ 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് കെമിക്കൽ ചേഞ്ചസ് എന്നാണ് നമ്മൾ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് മക്കളെ എൻതാൽപ്പി? ഒന്നാമത്തത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് എ സബ്സ്റ്റൻസ് ഫോംഡ് ഫ്രം ഇറ്റ്സ് കറസ്പോണ്ടിങ് എലമെൻറ്റ്. 1 mole സബ്സ്റ്റൻസ് അവരുടെ കറസ്പോണ്ടിങ് എലമെൻറ്റുകളിൽ നിന്ന് ഫോം ചെയ്യുമുണ്ടാകുന്ന എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. രണ്ടാമത്തത് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ആണ്. എന്താണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ? 1 mole സബ്സ്റ്റൻസ് അതിനെ കത്തിക്കുമുണ്ടാകുന്ന എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance burned completely in excess of oxygen. സെക്ഷൻ മൂന്നാമത്തെ എൻതാൽപ്പി പറഞ്ഞ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ആണ് അല്ലേ? എങ്ങനെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുക? ദാറ്റ് ഈസ് സിഗ്മ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് സിഗ്മ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ. നാലാമത് നമ്മൾ പറഞ്ഞത് എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of a substance changes from one phase to another phase at a particular temperature. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ സംസാരിച്ചു? എൻതാൽപ്പി ഓഫ് സബ്ലിമേഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് ഫ്യൂഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് വാപ്പറൈസേഷൻസുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ 4 ടൈപ്പ് ഓഫ് എൻതാൽപ്പീസുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത്ര നേരമായി സംസാരിച്ചത്. ഇനി നമ്മൾ കിടക്കാൻ പോകുന്ന 5ാമത്തെ ഒരു എൻതാൽപ്പിയിലേക്കാണ്. എൻതാൽപ്പിയുടെ പേരിങ്ങനെയാണ്, ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കൊള്ളുക. ദാറ്റ് ഈസ് 5th എൻതാൽപ്പി. 5ാമത്തെ എൻതാൽപ്പിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. മക്കളെ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം എൻതാൽപ്പി ചേഞ്ച് നമ്മൾ ഡെൽറ്റ എച്ച് എന്ന് കാണിക്കുക. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ആവുന്ന സമയത്തിന് മുകളിൽ സ്റ്റാർ ഇടും. ഞാനിവിടെ സ്റ്റാൻഡേർഡ് എഴുതിയിട്ടില്ല. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇതിന് മുന്നേ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഇവിടെ സ്റ്റാർ ഇട്ടാൽ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷനെ ഡിനോട്ട് ചെയ്യുക SOL സോൾ എന്നാണ് കാണിക്കുക. സൊല്യൂഷൻ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഇതെന്താ? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം. എന്താണ്? സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഞാൻ പറയട്ടെ മക്കളെ, എന്താണ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, അല്ലെങ്കിൽ സിംപ്ലി എന്താണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്നാണ് പറയാൻ പോകുന്നത്. ഈ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ പഠിക്കുന്ന സമയത്ത് ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് പഠിക്കേണ്ട ഒരു എൻതാൽപ്പി കൂടി ഉണ്ട്. അതിനാണ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. എന്താണ് എൻതാൽപ്പി? പല കുട്ടികൾക്കും പല കൺഫ്യൂഷനുകൾ വരുന്ന 2 എൻതാൽപ്പികളാണ് സൊല്യൂഷനും ഹൈഡ്രേഷനും. കാരണം സൊല്യൂഷനിലായാലും നമ്മൾ വാട്ടർ റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്, ഹൈഡ്രേഷനിലാണെങ്കിലും നമ്മൾ വാട്ടർ റിലേറ്റഡ് ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെന്താണ് എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് എന്താണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ? എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പറയുക? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് an ionic solid dissolves in a large excess of solvent. If there is no then further dilution make no change in enthalpy. Such enthalpy is called enthalpy of solution. എന്താണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി
when 1 mole of an ionic solid dissolves in a large excess of solvent, then further dilution make no change in enthalpy. Such enthalpy is called enthalpy of solution. It is the change in enthalpy when 1 mole of an ionic solid dissolves in a large excess of solvent, then further dilution make no change in enthalpy. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു അയണിക് സോളിഡ് എടുക്കുകയാണ്, ദാറ്റ് ഈസ് KCl സോളിഡ്, പൊട്ടാഷ്യം ക്ലോറൈഡ്. ഇതിലേക്ക് ഞാൻ എന്ത് ചേർക്കുകയാണ്? ലാർജ് എക്സസ് ഓഫ് സോൾവെന്റ്. ഞാൻ അക്വസ് എന്ന് കാണിച്ച് ചേർത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ദാറ്റ് ഈസ് KCl അക്വസ് കിട്ടി അല്ലേ? ആണ്. അപ്പോൾ ഇവിടെ ഒരു എൻതാൽപ്പി ഉണ്ടാവും, ശ്രദ്ധിക്കണേ. അതായത് എൻ്റെ കയ്യിൽ KCl എന്ന് പറയുന്ന ഒരു അയണിക് സോളിഡ് ഉണ്ട്, 1 മോൾ അയോണിക് സോളിഡ് ഉണ്ട്. ശ്രദ്ധിക്കുക, അതായത് എൻ്റെ കയ്യിൽ 1 മോൾ അയോണിക് സോളിഡ് ഉണ്ട്. ഈ 1 മോൾ അയോണിക് സോളിഡിലേക്ക് ഞാൻ ആദ്യം ഇത്തിരി വെള്ളം ചേർത്തു. അപ്പോൾ എനിക്ക് ഒരു അക്വസ് KCl ഇട്ടുണ്ടാവും, കൂടെ ഒരു എൻതാൽപ്പി കിട്ടിയിട്ടുണ്ടാവും. ശരിയല്ലേ? അതായത് എൻ്റെ കയ്യിൽ KCl സോളിഡ് ഉണ്ട്, അതിലേക്ക് ഞാൻ വെള്ളം ചേർത്തപ്പോൾ എനിക്ക് ഒരു എൻതാൽപ്പി കിട്ടി. വീണ്ടും ഞാൻ എന്ത് ചെയ്തു? വെള്ളം ചേർത്തു, അപ്പോൾ വേറൊരു എൻതാൽപ്പി കിട്ടി. വീണ്ടും ഞാൻ വെള്ളം ചേർത്തു, ആ എൻതാൽപ്പി ചേഞ്ച് ചെയ്തു, വേറൊരു എൻതാൽപ്പി. അങ്ങനെ വെള്ളം ചേർത്ത് ഏതോ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെത്തുമ്പോൾ ഇനി നിങ്ങൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എൻതാൽപ്പിക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിലാണെങ്കിൽ ΔH സൊല്യൂഷൻ്റെ വാല്യൂ കിട്ടുന്നത് ദാറ്റ് ഈസ് പ്ലസ് 18.6 കിലോ ജൂൾ പെർ മോൾ ആണ് കിട്ടുക. എത്ര കിട്ടാം? പ്ലസ് 18.6 കിലോ ജൂൾ പെർ മോൾ ആണ് കിട്ടുക. പ്ലസ് 18.6 കിലോ ജൂൾ പെർ മോൾ എന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ KClയിലേക്ക് വെള്ളം ചേർത്തപ്പോൾ എൻതാൽപ്പി കിട്ടി, വീണ്ടും വെള്ളം ചേർത്ത് വേറെ എൻതാൽപ്പി, അങ്ങനെ വന്ന് 18.6 എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നിങ്ങൾ എത്ര തന്നെ വെള്ളം ചേർത്താലും ഈ എൻതാൽപ്പി എന്തുണ്ടാവില്ല? ഒരു മാറ്റവും സംഭവിക്കില്ല. അങ്ങനെയുള്ള ഈ എൻതാൽപ്പിയെ നമ്മൾ വിളിക്കുന്നവരാണെന്ത്? എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഇനി ആ ഡെഫിനേഷൻ പറഞ്ഞു നോക്കിയാൽ, ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of an ionic solid dissolves in a large excess of solvent, then further dilution make no change in enthalpy. എൻ്റെ കയ്യിൽ ഒരു മോൾ അയണിക് സോളിഡ് ഉണ്ട്, അതിലേക്ക് വെള്ളം ചേർക്കുമ്പോൾ ഒരു എൻതാൽപ്പി കിട്ടി, വീണ്ടും വെള്ളം ചേർത്ത് വേറെ എൻതാൽപ്പി കിട്ടി. അങ്ങനെ വെള്ളം ചേർത്ത് ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ വീണ്ടും പിന്നെ വെള്ളം ചേർക്കുമ്പോൾ അവിടെ എൻതാൽപ്പിയിൽ എന്ത് വരുന്നില്ല മക്കളെ? വേരിയേഷൻസ് വരുന്നില്ല. ആ എൻതാൽപ്പിയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. അപ്പോൾ എങ്ങനെ പറയാം എന്ന് വേണമെങ്കിൽ KCl സോളിഡ് പ്ലസ് അക്വസ് ഗിവ്സ് KCl അക്വസ്, ΔH സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്ലസ് 18.6 കിലോ ജൂളാണ്. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം, ദാറ്റ് ഈസ് കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ് സോളിഡ്, കോപ്പർ സൾഫേറ്റ് സോളിഡിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക കോപ്പർ സൾഫേറ്റ് അക്വസ് ആണ് കിട്ടുക. കോപ്പർ സൾഫേറ്റ് അക്വസ്. ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ്റെ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് -68.6 ആയിരിക്കും. -68.6 കിലോ ജൂൾ പെർ മോൾ. Are you okay? That is KCl solid plus aqueous gives KCl aqueous, ΔH solution plus 18.6 kilo joule per mole. കോപ്പർ സൾഫേറ്റ് സോളിഡിലേക്ക് നിങ്ങൾ വെള്ളം ചേർത്ത കോപ്പർ സൾഫേറ്റ് അക്വസ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ്റെ വാല്യൂ -68.6 കിലോ ജൂൾ per mole. അപ്പോൾ മക്കൾ എന്താണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ? എല്ലാവരും എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ഒന്ന് ഡിഫൈൻ ചെയ്തിട്ട് ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി. It is the change in enthalpy when 1 mole of an ionic solid is dissolved in a large excess of solvent, then further dilution makes no change in enthalpy. ഈ എൻതാൽപ്പിയെ വിളിക്കുന്ന പേരാണിത് എൻതാൽപ്പി ഓഫ് solution. What is enthalpy of solution? It is the change in enthalpy when 1 mole of an ionic solid dissolves in a large excess of solvent, then further dilution make no change in enthalpy. ഈ എൻതാൽപ്പിയെ വിളിക്കുന്ന പേരാണിത് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ എൻതാൽപ്പി പഠിച്ചു, ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole of an ionic solid dissolves in a large excess of solvent, then further dilution makes no change in enthalpy. അതിന് രണ്ട് എക്സാമ്പിൾസ് പഠിച്ചു. KCl സോളിഡ് പ്ലസ് അക്വസ് ഗിവ്സ് KCl അക്വസ്,
that is enthalpy of solution is plus 18.6 kilojoule per mole. അടുത്തൊരു എക്സാമ്പിൾ എടുത്തു, that is copper sulfate aqueous. Copper sulfate solid plus aqueous gives copper sulfate aqueous. The enthalpy of solution minus 68.6 kilojoule per mole. ഇനി മക്കൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് ഞാനിവിടെ രണ്ട് എക്സാമ്പിൾസ് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷന്റെ വാല്യൂ ദാറ്റ് ഈസ് പ്ലസ് 18.6 ആണ്, പ്ലസ് 18.6. രണ്ടാമത്തെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷന്റെ വാല്യൂ ദാറ്റ് ഈസ് മൈനസ് 68.6 ആണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എൻതാൽപ്പി ഓഫ് സൊല്യൂഷന്റെ വാല്യൂ അത് വേണമെങ്കിൽ പോസിറ്റീവ് ആകാം, അതല്ലെങ്കിൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷന്റെ വാല്യൂ നെഗറ്റീവ് ആവും. നമ്മൾ എൻഡോതെർമിക്കും എക്സോതെർമിക്കും പഠിച്ചാണ്. എൻഡോതെർമിക് ആണെങ്കിൽ ഡെൽറ്റാജിന്റെ സൈന് പോസിറ്റീവ് ആണ്, എക്സോതെർമിക് ആണെങ്കിൽ ഡെൽറ്റാജിന്റെ സൈന് നെഗറ്റീവ് ആണ്. എൻഡോ ആണെങ്കിൽ പോസിറ്റീവ് ആണ്, എക്സോ ആണെങ്കിൽ നെഗറ്റീവ് ആണ്. എൻഡോ ആണെങ്കിൽ പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ റിയാക്ഷൻ ഏത് റിയാക്ഷൻ ആണ് മക്കളെ? എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. ഈ റിയാക്ഷൻ ഏതാ? എൻഡോ ആണ്. ഇനി ഈ റിയാക്ഷൻ ഏതാ? ദിസ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ റിയാക്ഷൻ ഒരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്. രണ്ടാമത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എൻഡോതെർമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡെൽറ്റാജിൻ സൈന് പോസിറ്റീവ് ആണ്, എക്സോ ആണെങ്കിൽ ഡെൽറ്റാജിൻ സൈന് നെഗറ്റീവ് ആണ്. ഓക്കെ, അറിയോക്കെ? ഇത്രയും കാര്യങ്ങളാണ് എൻതാൽപ്പി സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് NCERTയിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇനി ഞാൻ ഈ ഒരു സാധനം പറയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ 6ാമത്തെ ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നെങ്കിൽ അടുത്ത നമുക്ക് 7ാമതായിട്ട് നമുക്കൊരു ചാപ്റ്റർ വരുന്നുണ്ട്, ദാറ്റ് ഈസ് ഇക്വിലിബ്രിയം എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. എന്താ പേര്? ഇക്വിലിബ്രിയം എന്നാണ്. ആ ഇക്വിലിബ്രിയത്തിനകത്ത് നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഇക്വിലിബ്രിയം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനകത്ത് നമ്മൾ ഇക്വിലിബ്രിയത്തെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനകത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ലോ ഉണ്ട്, കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോയാണ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ ആ ഒരു ടോപ്പിക്കിനെ എങ്ങനെ നമുക്ക് ഈ തെർമോഡൈനാമിക്സുമായി കണക്ട് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഡയലോഗ് നിങ്ങൾ ജസ്റ്റ് ഇപ്പോൾ ഓർത്ത് വെച്ചാൽ മതി. ഇതേ ഡയലോഗ് ഇവിടെ പറയും, ഇക്വിലിബ്രിയം എടുക്കും പറയും. അപ്പോൾ ഇക്വിലിബ്രിയവും തെർമോഡൈനാമിക്സ് തമ്മിൽ എങ്ങനെയാണ് ഇന്റർ കണക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അവിടെ നമ്മൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ പറയുമ്പോൾ ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിനകത്ത് നമ്മൾ ഇങ്ങനെ പറയാം, ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ വെനെവർ ദർ ഈസ് എ ചേഞ്ച് ഇൻ concentration, pressure, temperature caused by a system in equilibrium, the system will readjust itself in such a way that to minimize effect of that change. എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷറിലോ ടെമ്പറേച്ചറിലോ കോൺസെൻട്രേഷനിലോ മാറ്റം വരുത്തിയ മാറ്റത്തെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ സിസ്റ്റം ഒരു ചേഞ്ച് വരുത്തും എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഒരുപക്ഷെ നിങ്ങൾ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. അപ്പോൾ അതാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺസെപ്റ്റ് എല്ലാം കൂടെ പറയും. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ ഇവിടേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് അതിൽ നമ്മൾ എഫക്റ്റ് ഓഫ് ടെമ്പറേച്ചർ പഠിക്കുമ്പോൾ പറയാൻ പോകുന്ന ഒരു ഡയലോഗ് ഇതാണ്, പ്രോസസ്സ് എൻഡോതെർമിക് ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഹൈ ടെമ്പറേച്ചർ വേണമെന്നാണ് അർത്ഥം. എന്താണ് ഡയലോഗ്? ഇതാണ്, പ്രോസസ് ഈസ് എൻഡോതെർമിക്, ഹൈ ടെമ്പറേച്ചർ ഫേവേഴ്സ് ദി ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ്. പ്രോസസ് ഈസ് എക്സോതെർമിക്, ലോ ടെമ്പറേച്ചർ ഫേവേഴ്സ് ദി ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അതായത് റിയാക്ഷൻ എൻഡോതെർമിക് ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഏത് ടെമ്പറേച്ചർ കൊടുക്കണം? ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. പ്രോസസ്സ് എക്സോതെർമിക് ആണെങ്കിലോ നന്നായിട്ട് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ ഏത് ടെമ്പറേച്ചർ കൊടുക്കണം? ലോ ടെമ്പറേച്ചർ കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ രണ്ട് റിയാക്ഷൻസിനകത്തും ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ പോകണം. എന്താ സംഭവിക്കുക എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ പറ, അതായത് ദിസ് ഈസ് എൻഡോതെർമിക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏത് ടെമ്പറേച്ചറാണ് കൊടുക്കേണ്ടത്? ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്ത് ഞാൻ നന്നായിട്ട് പ്രൊഡക്റ്റ് കിട്ടും. നന്നായിട്ട് പ്രൊഡക്റ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ KCl നന്നായിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? എന്തായാലും KCl അക്വസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? സൊല്യൂബിലിറ്റി ഓഫ് KCl കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക? സൊല്യൂബിലിറ്റി ഓഫ് KCl കൂടുകയാണ് ചെയ്യുക. Is it clear? ടെമ്പറേച്ചർ കൂടുമ്പോൾ സൊല്യൂബിലിറ്റി ഓഫ് KCl കൂടും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ദിസ് റിയാക്ഷൻ ഈസ് എ എൻഡോതെർമിക് റിയാക്ഷൻ. കാരണം എന്താ? പ്രോസസ് ഈസ് എൻഡോതെർമിക്, ഹൈ ടെമ്പറേച്ചർ ഫേവേഴ്സ് ദി ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ്. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ സൊല്യൂബിലിറ്റി ഓഫ് KCl കൂടും. Is it clear? അങ്ങനെയാണെങ്കിൽ ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് ആണ്. അവിടെ ഏത് ടെമ്പറേച്ചറാണ് വേണ്ടി? ലോ ടെമ്പറേച്ചറാണ് വേണ്ടി. പക്ഷേ ഞാൻ ഇവിടെയും ടെമ്പറേച്ചർ കൂട്ടി, എന്ത് സംഭവിക്കും മക്കളെ? ലോ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാലാണ് നന്നായിട്ട് പ്രൊഡക്റ്റ് ഇടുക. അപ്പോൾ നിങ്ങൾ ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ നന്നായിട്ട് പ്രൊഡക്റ്റ് കിട്ടുമോ? പ്രൊഡക്റ്റ് കിട്ടൂല. അപ്പോൾ സൊല്യൂബിലിറ്റി ഓഫ് സൊല്യൂബിലിറ്റി ഓഫ് കോപ്പർ സൾഫേറ്റ് കൂടുകയോ കുറയോ? സൊല്യൂബിലിറ്റി ഓഫ് കോപ്പർ സൾഫേറ്റ് കുറയുകയാണ് ചെയ്യുക. അതിൻ്റെ കാരണം എന്താ? ദിസ് ഈസ് എ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ നമ്മളിത് പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. ഇത് എൻട്രൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഫോർ എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ ഇതിനെ കണക്ട് ചെയ്ത് എങ്ങനെ വെച്ചാൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററും വന്നു, ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററും വന്നു. ഈസ് ഇറ്റ് ക്ലിയർ? സംഭവം പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ 5ാമത്തെ എൻതാൽപ്പി, ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ്
സൊല്യൂഷൻ എന്നാണ് ഇതിനെ പറയുക. ഈസ് ഇറ്റ് ക്ലിയർ? യെസ്. ഇപ്പോൾ നമ്മൾ 5 എൻതാൽപ്പീസുകളാണ് നമ്മൾ പഠിച്ചത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പഠിച്ചു, എൻതാൽപ്പി ഓഫ് കമ്പഷൻ പഠിച്ചു, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പഠിച്ചു, എൻതാൽപ്പി ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻ പഠിച്ചു, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ പഠിച്ചു. ഇനി നമ്മൾ 6ാമത്തെ എൻതാൽപ്പിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. എൻതാൽപ്പിയുടെ പേര് ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്നാണ് പേര്. എന്താ പേര്? എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. അപ്പോൾ എല്ലാവരും ഹെഡിങ് ചെയ്താൽ ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. നമുക്കുള്ള എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്നാണ് പറയുക. എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ HYD എന്നാണ് കാണിക്കും. എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. മക്കൾ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാലും അവിടെ വെള്ളം വരുന്നുണ്ട്, ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാലും വെള്ളം വരുന്നുണ്ട്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് an ionic solid dissolves in a large excess of solvent. ലാർജ് എക്സസ് ഓഫ് സോൾവെന്റ്, അവിടുത്തെ വാക്ക് ഇതാണ്, ലാർജ് എക്സസ് ഓഫ് സോൾവെന്റ്, ദെൻ ദർ ഈസ് നോ ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്നാണ്. അതായത് പിന്നെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല, എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവും. അവിടെ നമ്മൾ ഒരുപാട് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നാൽ എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ആണ് ഇങ്ങനെ പറയുക. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് an anhydrous salt combine with a sufficient amount of water to form hydrated salt. അതാണ് നമ്മളുടെ വ്യത്യാസം. അതായത് ഹൈഡ്രേഷൻ ആണെങ്കിൽ അവിടെ സഫീഷ്യൻ്റ് എമൗണ്ട് വാട്ടർ ആണ് ചേർക്കുന്നതെങ്കിൽ, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ അവിടെ ലാർജ് എമൗണ്ട് ഓഫ് സോൾവെൻ്റ് ആണ് ആഡ് ചെയ്യുന്നത്. വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. സൊല്യൂഷനിലാണെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കുന്നുണ്ട്, ഹൈഡ്രേഷനിലാണെങ്കിൽ ആവശ്യത്തിന് മാത്രമേ വെള്ളം ചേർക്കുന്നുള്ളൂ. സൊല്യൂഷനിലാണെങ്കിൽ ഒരുപാട് വെള്ളം ചേർക്കുന്നുണ്ട് തന്നെ അക്വസ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ, നമ്മൾ ഹൈഡ്രേഷൻ ആണെങ്കിൽ അവിടെ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ 2 വാട്ടർ 3 വാട്ടർ 4 വാട്ടർ 5 വാട്ടർ അങ്ങനെ എമൗണ്ട് ഓഫ് വാട്ടേഴ്സ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ പറയുക? എല്ലാവരും പറഞ്ഞാട്ടെ. It is the change in enthalpy when 1 mole of an anhydrous salt combines with a sufficient amount of water to form hydrated salt. എന്താണ്? It is the change in enthalpy when 1 mole of an anhydrous salt combines with a sufficient amount of water to form hydrated salt. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു നോക്കാം. ദാറ്റ് ഈസ് കോപ്പർ സൾഫേറ്റ്. ഒരു അൺഹൈഡ്രസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് എടുത്തു. ഓക്കെ, ഇതിനകത്തേക്ക് നമ്മൾ സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ചേർക്കുകയാണ്. ദാറ്റ് ഈസ് 5H2O. ശ്രദ്ധിക്കുക, നേരത്തെ നമ്മൾ അക്വസ് എന്ന് വെച്ചാൽ ലാർജ് എമൗണ്ട് വാട്ടർ കാണിച്ചിരുന്നെങ്കിൽ ഇവിടെ സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് വാട്ടർ മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. ചേർത്ത് ഞാൻ നിങ്ങൾക്ക് എന്താ കിട്ടുക? കോപ്പർ സൾഫേറ്റ് 5H2O കിട്ടും. കോപ്പർ സൾഫേറ്റ് 5H2 എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ ഹൈഡ്രേറ്റഡ് സാൾട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു എൻതാൽപ്പി ചേഞ്ച് ഉണ്ടാവില്ലേ? എൻതാൽപ്പി ചേഞ്ചിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി -78.6 kJ/mol ഉണ്ടാവും. ഈ എൻതാൽപ്പിയെ നമ്മൾ വിളിക്കുന്നവരാണിത് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ എന്നാണ് പറയുക. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് an anhydrous salt combine with a sufficient amount of water to form hydrated salt. പിടികിട്ടിയിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ എൻതാൽപ്പി ഓഫ് സൊല്യൂഷനും എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ നമ്മളുടെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ആണ് എങ്കിൽ അവിടെ നമ്മൾ ലാർജ് എമൗണ്ട് ഓഫ് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ടാവും. എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ആണെങ്കിൽ അവിടെ സഫീഷ്യൻ്റ് എമൗണ്ട് ഓഫ് വാട്ടർ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. അപ്പോൾ ഇനി ഞാനൊരു നോട്ട് പറയാം. എല്ലാവരും ഒരു നോട്ട് എഴുതുക. നോട്ട്. ഓക്കെ, നോട്ട് ഇതാണ്. അതായത് എൻ്റെ കയ്യിൽ ഒരു AB എന്ന് പറയുന്ന ഒരു അയണിക് സോളിഡ് ഉണ്ട്. AB സോളിഡ്. ഈ AB സോളിഡിലേക്ക് ഞാൻ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ചേർക്കാം. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? ഇത് A+ അക്വസോവും പ്ലസ് B- അക്വസോവും അല്ലേ? സൊല്യൂഷൻ ആണെങ്കിൽ എന്തായിട്ട് മാറും? അക്വസ് പാർട്ടികളായിട്ട് മാറും. A+ അക്വസ് ആയിട്ട് മാറും, B- അക്വസ് ആയിട്ട് മാറും. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ ഈ AB സോളിഡിലേക്ക് ഞാൻ എന്ത് ചേർക്കാൻ പോവാണ്? ഞാൻ എന്താ ചേർക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ലാക്ടേസ് എൻതാൽപ്പി എന്ന് പറഞ്ഞൊരു എൻതാൽപ്പി ചേർക്കാൻ പോവാണ്. ലാക്ടേസ് എൻതാൽപ്പി. ഓക്കെ, അപ്പോൾ അതിന് ആദ്യം എന്താണ് ലാക്ടേസ് എൻതാൽപ്പി എന്ന് അറിയണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വേണമെങ്കിൽ ലാക്ടേസ് എൻതാൽപ്പി എന്താണെന്ന് നോക്കാം. ലാക്ടേസ് എൻതാൽപ്പി
എന്താണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് എൻ അയണിക് സോളിഡ് ഡിസോൾവ്സ് ഇൻ എ ലാർജ് എക്സസ് ഓഫ് സോൾവെന്റ്. അങ്ങനെ മക്കളെ നമുക്ക് ഏഴാമത്തെ എൻതാൽപ്പിയിലേക്ക് പോവാം. ഏഴാമത്തെ എൻതാൽപ്പി വളരെ പ്രധാനപ്പെട്ട ഒരു എൻതാൽപ്പിയാണ്. എൻതാൽപ്പിയുടെ പേര് ലാറ്റൈസ് എൻതാൽപ്പി എന്നാണ്. എന്താ പേര്? ലാറ്റൈസ് എൻതാൽപ്പി. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് എൻതാൽപ്പി. നമ്മളിപ്പോൾ ടോട്ടലി നമ്മൾ 6 എൻതാൽപ്പീസുകൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് കമ്പഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് ചേഞ്ചസ് ഡ്യൂറിങ് ഫേസ് ട്രാൻസ്ഫോർമേഷൻസ് പറഞ്ഞു, എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ പറഞ്ഞു, ഹൈഡ്രേഷൻ പറഞ്ഞു, ദെൻ ലാറ്റൈസ് എൻതാൽപ്പി. വാട്ട് ഈസ് ലാറ്റൈസ് എൻതാൽപ്പി? ലാറ്റൈസ് എൻതാൽപ്പിനെ ഡിനോട്ട് ചെയ്യുന്ന ലാറ്റൈസ് എന്ന് കാണിക്കാറുണ്ട്, വേണമെങ്കിൽ LE ലാറ്റൈസ് എൻതാൽപ്പി എന്നുള്ളത് ഇങ്ങനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ലാറ്റൈസ് എൻതാൽപ്പി എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു എൻതാൽപ്പിയാണ്. ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് എൻതാൽപ്പി, ദാറ്റ് ഈസ് ലാറ്റൈസ് എൻതാൽപ്പി. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തും ഇതേ ലാറ്റൈസ് എൻതാൽപ്പി വരുന്നുണ്ട്. അതുകൊണ്ട് ഈ സാധനങ്ങൾ നിങ്ങൾ എവിടെ കേട്ട് കാണും? കെമിസ്ട്രിയുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിക്കൽ ബോണ്ടിങ്ങിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് മക്കളെ ലാറ്റൈസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ? ലാറ്റൈസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയും? ലാറ്റൈസ് എൻതാൽപ്പി ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of an ionic compound dissociated into corresponding gaseous ions. ഇതിനെയാണ് ഇത് വിളിക്കുക ലാറ്റൈസ് എൻതാൽപ്പി എന്ന് പറയുന്നത്. What is lattice enthalpy? It is the change in enthalpy when 1 mole of an ionic compound is dissociated into corresponding gaseous ion. 1 mole അയണിക് കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗാഷ്യസ് അയോണുകളായി മാറുമുണ്ടാകുന്ന എൻതാൽപ്പിയാണ് ലാറ്റിസ് എൻതാൽപ്പി. ശ്രദ്ധിക്കേണ്ട കാര്യം, അയോണുകൾ എന്തായിട്ടാണ് മാറേണ്ടത്? കറസ്പോണ്ടിങ് ഗാഷ്യസ് അയോണുകളായിട്ടാണ് മാറേണ്ടത്. ഇപ്പം എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് an ionic compound when 1 mole of an ionic compound dissociated into corresponding gaseous ions. It is the change in enthalpy when 1 mole of an ionic compound dissociated into corresponding gaseous ion. ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാനൊരു മോൾ അയണിക് കോമ്പൗണ്ട് എടുക്കുകയാണ്, ദാറ്റ് ഈസ് NaCl സോളിഡ്. ഓക്കെ, ഈ NaCl സോളിഡ് ഡിസോസിയേറ്റ് ചെയ്ത് എന്തായിട്ട് മാറണം? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗാഷ്യസ് അയോണുകളായിട്ട് മാറണം. Na+ ഏതാവണം? ഗ്യാസ് പ്ലസ് Cl മൈനസ് ഗ്യാസ്. ഇതിനെയാണ് ഇത് വിളിക്കുക ലാറ്റൈസ് എൻതാൽപ്പി എന്നാണ് പറയുക. വാട്ട് ഈസ് ലാറ്റൈസ് എൻതാൽപ്പി? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ എൻതാൽപ്പി when 1 mole of an ionic compound dissociated into corresponding gaseous ion. വേണമെങ്കിൽ തിരിച്ചു പറയാൻ പറ്റും, ഇത് രണ്ടും കറസ്പോണ്ടിങ് ഗാഷ്യസ് അയോണുകളല്ലേ. ഈ കറസ്പോണ്ടിങ് ഗാഷ്യസ് അയോണുകൾ കമ്പൈൻ ചെയ്ത് 1 mole അയണിക് കോമ്പൗണ്ട് ആയി മാറുന്നതും എന്ത് തന്നെയാണ്? ലാറ്റൈസ് എൻതാൽപ്പിയാണ്. അപ്പോൾ ലാറ്റൈസ് എൻതാൽപ്പി 2 തരത്തിൽ പറയാം. 1 mole അയണിക് കോമ്പൗണ്ട് ഡിസോസിയേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ഗാഷ്യസ് അയോൺ ആയിട്ട് മാറുന്ന ലാറ്റൈസ് എൻതാൽപ്പിയാണ്. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ഗാഷ്യസ് അയോണുകൾ കമ്പൈൻ ചെയ്തിട്ട് 1 mole അയണിക് കോമ്പൗണ്ട് ആയിട്ട് മാറുന്നതും എന്താണ്? ലാറ്റൈസ് എൻതാൽപ്പിയാണ് എന്നുള്ളതാണ്. Okay, this is very important. This is very important. What is lattice enthalpy? It is the change in enthalpy when 1 mole of an ionic compound dissociated into corresponding gaseous ion. Are you okay? Yes. ഇനി ലാറ്റൈസ് എൻതാൽപ്പിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശേഷം നമ്മൾ ഒന്നുകൂടി ലാറ്റൈസ് എൻതാൽപ്പിയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. ഈ ചാപ്റ്റർ കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി അവസാനത്തിൽ നമ്മൾ ലാറ്റൈസ് എൻതാൽപ്പി ഒന്നുകൂടി നമ്മൾ സംസാരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ നമ്മൾ 3 എൻതാൽപ്പി അവസാനമായിട്ട് പറഞ്ഞു. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ പറഞ്ഞു, എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ പറഞ്ഞു, ലാറ്റൈസ് എൻതാൽപ്പി പറഞ്ഞു. ഇത് 3ഉം കൂടി തമ്മിലുള്ള ഇന്റർ കണക്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ അടുത്തായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരു നോട്ട് എഴുതിക്കൊള്ളാം. നോട്ട്. ഓക്കെ, അതായത് എൻ്റെ കയ്യിൽ ഒരു അയണിക് കോമ്പൗണ്ട് ഉണ്ട്, ദാറ്റ് ഈസ് AB സോളിഡ്. ഓക്കെ, എൻ്റെ കയ്യിൽ എന്തുണ്ട്? ഒരു അയണിക് സോളിഡ് ഉണ്ട്, AB സോളിഡ്. ഈ AB സോളിഡിലേക്ക് ഞാൻ എന്ത് ചേർക്കാണ്? എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ചേർക്കാണ്. സൊല്യൂഷൻ ചേർത്ത് ഇവരൊക്കെ എന്തായിട്ട് മാറും മക്കളെ? അക്വസ് ആയിട്ട് മാറും. A+ അക്വസും ആവും, കൂടെ B- അക്വസുമായിട്ട് മാറും. റെഡി? എൻ്റെ കയ്യിൽ AB സോളിഡ് എന്ന് പറയുന്ന ഒരു അയണിക് സോളിഡ് ഉണ്ട്. അതിലേക്ക് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ചേർത്താൽ അത് A+ അക്വസും B- അക്വസായിട്ട് മാറും. ആണല്ലോ? ആണ്. അപ്പോൾ നിങ്ങൾക്ക് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ചേർത്ത് കഴിഞ്ഞാൽ അത് അവരുടെ അക്വസ് പാർട്ടികളായിട്ട് മാറും. ഇനി ഇത് 1 mole അയണിക് സോളിഡ് ആണ്. ഞാൻ അതിലേക്ക് വേറൊരു എൻതാൽപ്പി ചേർക്കാൻ വേണ്ടി പോവാണ്. അതായത് ഈ AB സോളിഡിലേക്ക് നിങ്ങൾക്കറിയാം വാട്ട് ഈസ് ലാറ്റൈസ് എൻതാൽപ്പി? ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ എൻതാൽപ്പി വെൻ 1 mole ഓഫ് എൻ അയണിക് കോമ്പൗണ്ട് ഡിസോസിയേറ്റഡ് ഇൻടു കറസ്പോണ്ടിങ് ഗാഷ്യസ് അയോണുകളാണ്. അപ്പോൾ AB സോളിഡിലേക്ക്
ഞാൻ ലാറ്റീസ് എൻതാൽപ്പിയാണ് ചേർക്കുന്നത് എന്തായിട്ട് പറയാം മക്കളെ? എ പ്ലസ് അവിടെ അക്വസ് ആയിരുന്നു, ഇവിടെ എ പ്ലസ് എന്തായിട്ട് പറയാം? എ പ്ലസ് ഗ്യാസും ആവും, ബി മൈനസ് ഗ്യാസും ആവും. ശരിയാണോ? ലാറ്റീസ് എൻതാൽപ്പി എടുത്ത് ഞാൻ എന്തായിട്ട് പറയാം? എ പ്ലസ് ഗ്യാസും ആവും, ബി മൈനസ് ഗ്യാസും ആവും. ഓക്കെ, ഞാൻ എങ്ങനെ എഴുതാം? റെഡി? ദിസ് ഈസ് എ പ്ലസ് ഗ്യാസും ബി മൈനസ് ഗ്യാസും ആണല്ലോ. അതായത് ഈ എ പ്ലസ് ആൻഡ് ബി മൈനസ് ഗ്യാസിലേക്ക് ഞാൻ എന്ത് ചേർക്കാണ്? എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ ചേർത്ത് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? എ പ്ലസ് അക്വസും ബി മൈനസ് അക്വസുമായിട്ട് മാറും. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ചേർത്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് ആയിട്ട് അതേ സാധനത്തിൽ നിങ്ങൾ എൻതാൽപ്പി ഓഫ് ലാറ്റീസ് എൻതാൽപ്പി ചേർത്ത് അതിലേക്ക് ഹൈഡ്രജൻ ചേർത്ത് ഞാൻ അത് കിട്ടും എന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ പറയാൻ പറ്റും. എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് ലാറ്റീസിൻ്റെയും ഹൈഡ്രേഷൻ എൻതാൽപ്പിൻ്റെയും സമ്മുൻ ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ലാറ്റീസ് എൻതാൽപ്പി പ്ലസ് എൻതാൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. ഓക്കെ, പിടി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. അതായത് എ ബി സോളിഡ് ഒരു അയണിക് സോളിഡ് ആണ്, അതിലേക്ക് എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ ചേർത്തപ്പോൾ എ പ്ലസ് അക്വസും ബി മൈനസ് അക്വസും കിട്ടി. അതേ എ ബി സോളിഡിലേക്ക് ലാറ്റീസ് എൻതാൽപ്പി എടുത്ത് കഴിഞ്ഞാൽ എ പ്ലസ് ഗ്യാസും ബി മൈനസ് ഗ്യാസും കിട്ടും. ഇതിലേക്ക് നിങ്ങൾ ഹൈഡ്രജൻ ചേർത്താൽ എ പ്ലസ് അക്വസും ബി മൈനസ് അക്വസും കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ഈ രണ്ടെണ്ണത്തിന് ഈക്വലാണ് എന്നർത്ഥം. ഇസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? യെസ്. അപ്പോൾ നമ്മൾ 7 എൻതാൽപ്പീസുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ 8ാമത്തെ എൻതാൽപ്പിയിലേക്കാണ് പോകുന്നത്. ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഹെഡിങ് എത്തിക്കോളൂ. ദ 8th എൻതാൽപ്പി. അടുത്ത് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ആ പേര് തന്നെ മനസ്സിലാവുന്നുണ്ട്. അറ്റോമൈസേഷൻ എന്ന് പറഞ്ഞാൽ ആറ്റമാക്കി മാറ്റലാണ്. അതായത് ആറ്റമായിട്ട് മാറുന്നതാണ് അറ്റോമൈസേഷൻ. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആറ്റം അത് ഏത് ഫേസിലാകും വേണം? ഗ്യാസ് ഫേസിലാകും വേണം. ഇത്രയേ ഉള്ളൂ. എന്താണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഓൺ ബ്രേക്കിംഗ്. one mole of a bond completely to obtain atoms in the gas phase. Is it clear? What is enthalpy of atomization? It is the enthalpy change on breaking one mole of a bond to obtain the atoms in the gas phase. ഒന്നുകൂടി പറയാം. enthalpy of atomization പറയുമ്പോൾ അതെന്താണ്? It is the enthalpy change on breaking one mole of a bond. ഒരു മോള് ബോണ്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് ആറ്റംസിനെ ഗ്യാസ് ഫേസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ എൻതാൽപ്പിനെയാണ് എന്ത് വിളിക്കുക? എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യാണ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക ആറ്റത്തെയാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് on breaking one mole of a bond completely to obtain atoms in the gas phase. അപ്പോൾ നമുക്കൊന്ന് എഴുതിയേക്കാം. എന്താ enthalpy of atomization? It is the enthalpy change on breaking. It is the enthalpy change on breaking one mole of a bond. It is the enthalpy change on breaking one mole of a bond completely to obtain atoms in the gas phase. ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആറ്റം ആയിരിക്കും. അവർ ഏത് ഫേസിലാവും? ഗ്യാസ് ഫേസിലാവും. ഗ്യാസ് ഫേസിലാവും വേണം, അവ എന്താവും വേണം? ആറ്റമാവും. അതാണ് അറ്റോമൈസേഷൻ. ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഓൺ ബ്രേക്കിംഗ് വൺ മോൾ ഓഫ് എൻ ബോണ്ട് കംപ്ലീറ്റ്ലി ടു ഒബ്റ്റെയിൻ ആറ്റംസ് ഇൻ ദ ഗ്യാസ് ഫേസ്. ഈസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഇപ്പോൾ H2 ഗ്യാസ്. ഇതിലേക്ക് നിങ്ങൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആറ്റമായിട്ട് മാറണം. അപ്പോൾ എന്താവും? 2H ഗ്യാസ്. ഉണ്ടാകുന്ന ആറ്റമാവും വേണം, അവർ ഏത് ഫേസിലാവും വേണം? ഗ്യാസ് ഫേസിലാവണം. അപ്പോൾ ഒരു എൻതാൽപ്പി ഉണ്ടാവും. അതിനാണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഇതിൻ്റെ വാല്യൂ നിങ്ങൾ കാണാപ്പാടം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 435 കിലോ ജൂൾ പെർ മോൾ ആണ് ഫോർ ഹൈഡ്രജൻ്റെ വരുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഒരു എൻതാൽപ്പി ഉണ്ട്. 9ാമത്തെ എൻതാൽപ്പി തന്നെയാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഒരു ബോണ്ട്
ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എൻതാൽപ്പിയാണ് ബോണ്ട് ഡിസോസിയേഷൻ. അതായത് ഇപ്പോൾ H2 എന്ന് പറയുന്ന ബോണ്ടാണ് ഇത് H. ഈ H2 എന്ന് പറഞ്ഞാൽ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എൻതാൽപ്പി ഉണ്ടാവില്ലേ, അതാണ് ബോണ്ട് ഡിസോസിയേഷൻ. ഈ ബോണ്ട് ഡിസോസിയേഷൻ എന്താ കിട്ടുക, 2H കിട്ടുക അല്ലേ. അപ്പോൾ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ ഇതൊരു ഡയറ്റോമിക് മോളിക്യൂൾ ആണ്. ഒരു ഡയറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയും അതുപോലെ തന്നെ ഈ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ആരുടെ കേസിൽ മാത്രം, ഒരു ഡയറ്റോമിക് മോളിക്യൂളിന്റെ കേസിൽ മാത്രം. ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ അത് നമുക്ക് ഓർത്ത് വെക്കാം. കാരണം ഞാൻ ഈ വാല്യൂ പറയാനുള്ള കാരണം, നിങ്ങൾ ഇനി ഹൈഡ്രജൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ ഹൈഡ്രജന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിന്റെ വാല്യൂ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും 435 kJ/mol ആണ്. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഓൺ ബ്രേക്കിംഗ് 1 mole ഓഫ് എ ബോണ്ട് കംപ്ലീറ്റ്ലി ടു ഒബ്റ്റെയിൻ ആറ്റംസ് ഇൻ ദ ഗ്യാസ് ഫേസ്. ആറ്റംസ് ആവണം, അവർ ഏത് ഫേസിലാവണം, ഗ്യാസ് ഫേസിലാവും വേണം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ദാറ്റ് ഈസ് എണ്ണ സോളിഡ് ആണെങ്കിൽ ഇതിലേക്ക് നിങ്ങൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും, എണ്ണ ഗ്യാസ് ആയിട്ട് മാറും. വേറെ ഒന്ന് മീഥൈൻ CH4, ഇതിലേക്ക് നിങ്ങൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഇത് C ഗ്യാസുമാവും അതുപോലെ എന്താവും 4H ഗ്യാസുമായിട്ട് മാറും. ഇതിനെയാണ് എന്ത് വിളിക്കുക, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്നാണ് പറയുക. എന്താ, വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ? ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് ഓൺ ബ്രേക്കിംഗ് 1 mole ഓഫ് എ ബോണ്ട് കംപ്ലീറ്റ്ലി ടു ഒബ്റ്റെയിൻ ആറ്റംസ് ഇൻ ദ ഗ്യാസ് ഫേസ്. 3 എക്സാമ്പിൾ പറഞ്ഞു. H2 ഗ്യാസ് ഗിവ്സ് 2H ഗ്യാസ്. ദിസ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ വാല്യൂ ദാറ്റ് ഈസ് 435 kJ/mol. എന്നെ സോളിഡ് ആണെങ്കിൽ അവനെ ഗ്യാസിലേക്ക് മാറ്റി. ഇവിടെ ആറ്റമാണ്, അതുകൊണ്ട് അതും മാറ്റേണ്ട ആവശ്യമില്ല, പക്ഷെ അവരെ ഗ്യാസ് ഫേസിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇവിടെ ആണെങ്കിൽ ഇതിലെ ഓരോ ആൾക്കാരും ഏത് ഫേസിലേക്ക് മാറ്റി, ഗ്യാസ് ഫേസിലേക്ക് മാറ്റി. ഇതിനെയാണ് എന്ത് വിളിക്കുക, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു പോലെ ഇതാണ്. ഫോർ ഡയറ്റോമിക് മോളിക്യൂൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ വിൽ ബി ഈക്വൽ ടു ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. എല്ലാവരും എഴുതിയെടുത്തുണ്ടാവും. വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എഴുതാം, അതിൻ്റെ എക്സാമ്പിൾസ് എഴുതാം. ഇസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണ് നമുക്ക് ആ ഒരു പോയിന്റ് കൂടി എഴുതാം. എന്താണ്, ഫോർ ഡയറ്റോമിക് മോളിക്യൂൾസ്, ഫോർ ഡയറ്റോമിക് മോളിക്യൂൾസ്, ഫോർ ഡയറ്റോമിക് മോളിക്യൂൾസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി for diatomic molecule bond dissociation enthalpy is equal to enthalpy of atomization. Is that clear? For diatomic molecules bond dissociation enthalpy will be equal to enthalpy of atomization. അപ്പോൾ നമ്മളിപ്പോൾ 8 എൻതാൽപ്പീസുകൾ പഠിച്ചു. ഏതാണ് ഇപ്പോൾ അവസാനം പറഞ്ഞത്, ദാറ്റ് ഈസ് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് ഇനി പറയാൻ പോകുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്. 9ാമത്തെ എൻതാൽപ്പി ദാറ്റ് ഈസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ് ആണല്ലോ. അപ്പോൾ എല്ലാവരും ഹെഡിങ് എഴുതിക്കൊള്ളാം. ദാറ്റ് ഈസ് ദ 9th വൺ. 9th എൻതാൽപ്പി ദാറ്റ് ഈസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ദാറ്റ് ഈസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അപ്പോൾ ഏതാണ് മനസ്സിലാവുന്നത്, ബോണ്ട് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ ആവശ്യമായ എൻതാൽപ്പിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. അപ്പോൾ എങ്ങനെയാവും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി നമ്മൾ ഡിഫൈൻ ചെയ്യുക, എങ്ങനെയാണ് പറയുക, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയേർഡ് ടു ബ്രേക്ക്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയേർഡ് ടു ബ്രേക്ക് 1 mole ഓഫ് എ കോവാലന്റ് ബോണ്ട് to form the product in the gas phase. It is the amount of heat required to break 1 mole of a covalent bond to produce the product in the gas phase. ഒന്നുകൂടി പറയട്ടെ, it is the amount of heat required to break 1 mole of a covalent bond to produce the product in the gas phase. നമുക്ക് എഴുതിയതിന് ശേഷം പറയാം, it is the amount of heat, it is the amount of heat required to break, it is the amount of heat required to break, it is the amount of heat required to break 1 mole of covalent bond, 1 mole of covalent bond to produce
produce product in the gas phase. It is the amount of heat required to break 1 mole of covalent bond to produce the product in the gas phase. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് നമുക്ക് ഇവിടെയും പറയാൻ പറ്റും. ഫോർ ഡയറ്റോമിക് മോളിക്യൂൾസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി is equal to enthalpy of atomization. ശരിയല്ലേ? ഇപ്പം എന്താണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു? എന്താ? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഹീറ്റ് റിക്വയർഡ് ടു ബ്രേക്ക്. എന്താണ്? ടു ബ്രേക്ക് 1 മോൾ ഓഫ് കൊവാലന്റ് ബോണ്ട്. 1 മോൾ കൊവാലന്റ് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജിയാണ്. ആ ഉണ്ടാകുന്ന പ്രൊഡക്റ്റുകളെല്ലാം ഏത് ഫേസിലാവും വേണം? ടു പ്രൊഡ്യൂസ് ദ പ്രോഡക്റ്റ് ഇൻ ദ ഗ്യാസ് ഫേസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഫോർ ഡയറ്റോമിക് മോളിക്യൂൾസ് ദ എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ വിൽ ബി ഈക്വൽ ടു ദ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ അത് എക്സാമ്പിൾ തന്നെ കാണിക്കാം. ദാറ്റ് ഈസ് H2 ഗ്യാസ്. ഇതിലേക്ക് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ടാണ് മാറുന്നത്? ദിസ് ഈസ് ബിക്കം 2H ഗ്യാസ് ആറ്റംസ് ഇൻ ദ ഗ്യാസ് ഫേസ്. ഇവിടെ ഉണ്ടാകുന്ന എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ ദാറ്റ് വിൽ ബി 435 കിലോ ജൂൾ പെർ മോൾ. ഇസ് റെഡി? എന്താണ് എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ അല്ലെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞു? ഫോർ ഡയറ്റോമിക് മോളിക്യൂൾ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വിൽ ബി ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് അറ്റമൈസേഷൻ എന്ന് പറഞ്ഞു. ആണല്ലോ? അപ്പോൾ നമ്മൾ ഡയറ്റോമിക് മോളിക്യൂളിൻ്റെ കേസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പോളി അറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരു നോട്ട് എഴുതിക്കോളാം. നമുക്കൊരു നോട്ട് എഴുതാം. ഈ നോട്ട് സംസാരിക്കുന്ന പോളി അറ്റോമിക് മോളിക്യൂൾസിനെ കുറിച്ചിട്ടാണ്. പോളി അറ്റോമിക് മോളിക്യൂൾ. നമ്മൾ ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസ് പറഞ്ഞു. ഡയറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസ് ആണെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വിൽ ബി ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ആണ്. എന്നാൽ ഫോർ പോളി അറ്റോമിക് മോളിക്യൂൾ ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, പോളി അറ്റോമിക് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം മോളിക്യൂളുകൾ ഉണ്ടാവും. അപ്പോൾ ഒന്നിലധികം മോളിക്യൂൾ ഉള്ള ഒരു സാധനം എടുത്ത് അതിനെയാണ് പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുക. ഈ പോളി അറ്റോമിക് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് ഡിഫറൻറ്റ് ഫോർ ഡിഫറൻറ്റ് ബോണ്ട് ഇൻ ദ സെയിം മോളിക്യൂൾ. ഒരു സെയിം മോളിക്യൂളിനകത്ത് തന്നെ ഡിഫറൻറ്റ് ബോണ്ട് ഉണ്ടാവും. ഈ ഡിഫറൻറ്റ് ബോണ്ടുകൾക്കും ഡിഫറൻറ്റ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? അതായത് നമ്മൾ ഒരു സെയിം മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വ്യത്യസ്ത ബോണ്ടുകൾ ഉണ്ടാവും. ഈ വ്യത്യസ്ത ബോണ്ടുകൾക്കും എന്തായിരിക്കും ഉണ്ടാവുക? ഡിഫറൻറ്റ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഉണ്ടാവും. നമ്മൾ ശേഷം ഒരു എക്സാമ്പിൾ കാണിച്ചു തരും. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഫോർ പോളി അറ്റോമിക് മോളിക്യൂൾ ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് ഡിഫറൻറ്റ് ഫോർ ഡിഫറൻറ്റ് ബോണ്ട് ഇൻ ദ സെയിം മോളിക്യൂൾ. ഒരു സെയിം മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് CH4 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് CH4 ബ്രേക്ക് ചെയ്ത് CH3 മെച്ചും ഉണ്ടാവും, CH3 ബ്രേക്ക് ചെയ്ത് CH2 മെച്ചും ഉണ്ടാവും, CH2 ബ്രേക്ക് ചെയ്ത് CH2 മെച്ചും ഉണ്ടാവും, CH ബ്രേക്ക് ചെയ്ത് Cയും H ഉണ്ടാവും അല്ലേ? ഇതെല്ലാം ഒരേ മോളിക്യൂളിനകത്തുള്ള ഡിഫറൻറ്റ് ബോണ്ടുകളാണ്. ഈ ഡിഫറൻറ്റ് ബോണ്ടുകൾക്കും ഡിഫറൻറ്റ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഒരു ഡയറ്റോമിക് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ആകെ ഒരൊറ്റ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പോൾ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ എന്തിന് ഈക്വലായിട്ട് മാറും? എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷന് ഈക്വലായിട്ട് മാറും. ഞാൻ പറഞ്ഞ വാക്കൊന്നും കൂടി ശ്രദ്ധിക്കുക. ഒരു ഡയറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ അവരുടെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷന് ഈക്വലാണ്. എന്നാൽ ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരേ മോളിക്യൂളിനകത്ത് തന്നെ ഉണ്ടാകുന്ന വ്യത്യസ്ത ബോണ്ടുകൾക്ക് ഡിഫറൻറ്റ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആയിരിക്കും എന്നുള്ളതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഫോർ polyatomic molecules, for polyatomic molecules, for polyatomic molecule, bond dissociation enthalpy is different for different bond in the same molecule. Clear right now? For polyatomic molecule, bond dissociation enthalpy is different for
ഡിഫറൻറ്റ് ബോണ്ട് ഇൻ ദ സെയിം മോളിക്യൂൾ. ഈസ് ഇറ്റ് ക്ലിയർ? അർത്ഥം മനസ്സിലായിട്ടോ? ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഒരേ മോളിക്യൂളിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഡിഫറൻറ്റ് ബോണ്ടുകൾക്ക് എന്തായിരിക്കും? ഡിഫറൻറ്റ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആയിരിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ ഒരൊറ്റ കാര്യം കൂടി നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന എൻതാൽപ്പി ഉണ്ട്, ദാറ്റ് ഈസ് ബോണ്ട് എൻതാൽപ്പി. ഈ ബോണ്ട് എൻതാൽപ്പി എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഒരു പോളി അറ്റോമിക് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ ഒരേ മോളിക്യൂളിനകത്ത് തന്നെ ഉണ്ടാകുന്ന വ്യത്യസ്ത ബോണ്ടുകൾക്ക് വ്യത്യസ്ത ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആവും. അപ്പോൾ ഒരേ മോളിക്യൂളിനകത്ത് വ്യത്യസ്ത ബോണ്ടുകൾ ഉണ്ടാവും. അപ്പോൾ വ്യത്യസ്ത ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഉണ്ടാവും. ഈ വ്യത്യസ്തമാകുന്ന ബോണ്ട് ഡിസോസിയേഷനും എൻതാൽപ്പിയുടെ എല്ലാത്തിൻ്റെയും കൂടെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ്റെ ബോണ്ട് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. എന്താണ്? ബോണ്ട് എൻതാൽപ്പി കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെ ബോണ്ട് എൻതാൽപ്പി കണ്ടുപിടിക്കുക? ബോണ്ട് എൻതാൽപ്പി ഈസ് ദ ആവറേജ് ഓഫ് ഓൾ ദ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസ് എന്നാണ്. ഈസ് ഇറ്റ് ക്ലിയർ? ദാറ്റ് ഈസ് ബോണ്ട് എൻതാൽപ്പി ഈസ് ദ ആവറേജ് ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസ്. ഈസ് ഇറ്റ് ക്ലിയർ? ബോണ്ട് എൻതാൽപ്പി bond enthalpy is the average of all the bond dissociation enthalpies. Bond enthalpy is the average of all the bond dissociation enthalpies. നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. Is it clear? നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. For polyatomic molecule, bond dissociation enthalpy is different for different bond in the same molecule, and bond enthalpy is the average of all the bond dissociation enthalpies. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കല്ലേ? അപ്പോൾ എല്ലാവർക്കും നമുക്ക് CH4ൻ്റെ എക്സാമ്പിൾ തന്നെ നോക്കാം. അപ്പോൾ എന്തിൻ്റെ എക്സാമ്പിൾ നോക്കാം? CH4ൻ്റെ എക്സാമ്പിളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. CH4ൻ്റെ എക്സാമ്പിളാണ് കാണിക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, CH4ൻ്റെ എക്സാമ്പിളാണ് നമ്മളിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത്. CH4ൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യം CH4 ഗ്യാസ് ഉണ്ടാവും, ശരിയല്ലേ? ഈ CH4 ഗ്യാസ് ഇതിൻ്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് എന്തായിട്ട് മാറും? ഇത് CH3 ഗ്യാസും ആവും, കൂടെ H ഗ്യാസുമായിട്ട് മാറും, ശരിയാണോ? അതായത് CH4 ഗ്യാസ് ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്താൽ CH3 ഗ്യാസ് ഉണ്ടാവും, H ഗ്യാസ് ഉണ്ടാവും. ഇതിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസിൻ്റെ വാല്യൂ NCERT ഇവിടെ തന്നിട്ടുണ്ട്. ദിസ് ഈസ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസ്. ഓക്കെ, ഇത് NCERT എക്സാമ്പിളാണ്. ഞാൻ NCERT അതേ വാല്യൂസിന് ഇവിടെ ഇതാണ്. NCERT കൊടുത്തിരിക്കുന്ന വാല്യൂ +427 വാല്യൂ ആണ്. +427 കിലോ ജൂൾ പെർ മോൾ. അതായത് നിങ്ങൾക്കറിയാം, ഒരേ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിന് വ്യത്യസ്ത ബോണ്ടുകൾക്ക് വ്യത്യസ്ത ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ആവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ CH4 എന്ന് പറയുന്നൊരു ഗ്യാസ് എടുത്താൽ അതിനെ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്താൽ CH ഗ്യാസും H ഗ്യാസും ഉണ്ടാവും. അതിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി 427. അടുത്തത് ഈ CH3 ഗ്യാസ് വീണ്ടും ഡിസോസിയേറ്റ് ചെയ്ത് CH2 ഗ്യാസും ഉണ്ടാവും, കൂടെ H ഗ്യാസും ഉണ്ടാവും. CH3 ഗ്യാസ് ഡിസോസിയേറ്റ് ചെയ്ത് CH2 ഗ്യാസ് ഉണ്ടാവും, H ഗ്യാസ് ഉണ്ടാവും. ഇതിൻ്റെ വാല്യൂ +439 ആണ്. +439 കിലോ ജൂൾ പെർ മോളാണ്. +439 കിലോ ജൂൾ പെർ മോൾ. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഈ CH2 ഗ്യാസ് വീണ്ടും ഡിസോസിയേറ്റ് എന്ത് സംഭവിക്കും മക്കളെ? CH ഗ്യാസ് ഉണ്ടാവും, കൂടെ H ഗ്യാസ് ഉണ്ടാവും. CH ഗ്യാസ് ഉണ്ടാവും, H ഗ്യാസ് ഉണ്ടാവും. ഇതിന് എന്താൽപ്പിൻ്റെ വാല്യൂ +452 ആണ്. +452 കിലോ ജൂൾ പെർ മോൾ. സംശയം ഉണ്ടോ? അതായത് CH2 ഗ്യാസ് ഡിസോസിയേറ്റ് ചെയ്ത് CH ഗ്യാസും H ഗ്യാസും ഉണ്ടാകുമ്പോൾ +452 ആണ്. അടുത്ത സ്റ്റെപ്പിൽ ഈ CH ഗ്യാസ് ഡിസോസിയേറ്റ് ചെയ്തിട്ടോ C ഗ്യാസ് ഉണ്ടാവും, കൂടെ H ഗ്യാസ് ഉണ്ടാവും. ഇസ് ഇറ്റ് ക്ലിയർ? ആ സമയത്ത് ഉണ്ടാകുന്ന എന്താൽപ്പി +347 ആണ്. +347 കിലോ ജൂൾ പെർ മോളാണ്. അറിയോക്കെ? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരേ മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഡിഫറൻറ്റ് ബോണ്ടുകൾക്കും ഡിഫറൻറ്റ് ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ആവും എന്ന് പറഞ്ഞു അല്ലേ? എല്ലാം ഡിഫറൻ്റ് അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവസാനമായിട്ട് എഴുതി വെച്ചൊരു സാധനമുണ്ട്, ബോണ്ട് എന്താൽപ്പി. എന്താ ബോണ്ട് എന്താൽപ്പി? ബോണ്ട് എന്താൽപ്പി ഇസ് ദ ആവറേജ് ഓഫ് ഓൾ ദ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പീസ് എന്നാണ്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാൻ അടുത്ത് എന്ത് കണ്ടുപിടിക്കാൻ പോവാണ്? ബോണ്ട് എന്താൽപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി പോവാണ്. ബോണ്ട് എന്താൽപ്പി ഇസ് ദ ആവറേജ് ഓഫ് ഓൾ ദ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി. ഇങ്ങനെ ഉണ്ടാവും +427 പറ, അവിടെ ഉണ്ട് 427 +439 +452 +347. ടോട്ടൽ എത്ര ഉണ്ട്? 4 /4 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ദാറ്റ് ഈസ് 416.5 എന്നാണ് കേട്ടോ. 416.5 കിലോ ജൂൾ പെർ. ഈസ് ഇറ്റ് ക്ലിയർ? എനി ഡൗട്ട്? യെസ്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? എന്താണ് എൻതാൽപ്പി ഓഫ് ബോണ്ട് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ എന്താണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? പിടികിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.